നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. ഗുണദോഷങ്ങൾ എന്തും സവിസ്തരം ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ. അപ്പോൾ എന്തായാലും റാപ്പിഡ് ഫെയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബജറ്റൊക്കെ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ? ബജറ്റിൽ ഇപ്പോൾ കാര്യമായ രീതിയിൽ കുറേ കാര്യങ്ങൾ വാഹനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ലിഥിയം ബാറ്ററി സെൽ മെഷീനറി, അതുപോലെ ക്രിട്ടിക്കൽ മിനറൽസ് ഇവിടെയൊക്കെ കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞു. അതുവഴി ലിഥിയം ബാറ്ററികളുടെ നിർമ്മാണം കൂട്ടാനും അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ ഉപയോഗം പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ അത്ര കോമണൊന്നുമല്ല, എന്നിരുന്നാലും ഭാവിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന രീതിയിൽ നമുക്കിതിനെ കാണാം. എന്നാൽ നമുക്കിന്ന് ഏറ്റവും അത്യാവശ്യമുള്ള, നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ചില തീരുമാനങ്ങൾ കഴിഞ്ഞ വർഷം സർക്കാർ എടുത്തിരുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ സർക്കാർ ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസുകളുടെ GST മൊത്തമായി എടുത്തു കളഞ്ഞിരുന്നു. കാരണം മിനിമം ഒരു കുടുംബത്തിന് അത്യാവശ്യമുള്ള സംഗതിയാണ് അതെല്ലാം തന്നെ. അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിലെ ആകെയുള്ള താങ്ങായ ഗൃഹനാഥന് എന്തെങ്കിലും പറ്റിയാൽ കുടുംബം ഭാവിയിലേക്കുള്ള ചിലവിനായിട്ട് എന്ത് ചെയ്യുന്നൊരു വലിയ ചോദ്യമുണ്ട്. ആരും അത് കാര്യമായി ചിന്തിക്കാറുമില്ല. ചെറിയ പൈസ മാത്രം മുടക്കി ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കാൻ എല്ലാവരും തയ്യാറായാൽ പിന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമേ ഉണ്ടാകില്ല. മാസം 400-500 രൂപയിലൊക്കെ തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. 2 കോടി വരെ കവറേജ് കിട്ടുകയും ചെയ്യും. ഇനി ഇത്തരത്തിലൊരു ടേം ഇൻഷുറൻസ് പ്ലാനുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാരകമായ ഒരു അസുഖം വരുന്നതോ മരണം പോലുള്ള അത്യാഹിതം സംഭവിക്കുന്നതോ ഒന്നും മുൻകൂട്ടി കാണാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ള എല്ലാവരും ടേം ഇൻഷുറൻസ് മുൻകൂട്ടി എടുത്തു വെച്ചിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇടയ്ക്ക് വെച്ച ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ അംഗവൈകല്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ കവറേജ് കിട്ടുന്ന റൈഡേഴ്സ് കൂടി എടുക്കാൻ ഇതിൻ്റെ ഒപ്പം പറ്റുകയും ചെയ്യും. ഇപ്പോൾ എടുക്കുന്നവർക്ക് 15% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രവാസികൾക്ക് ടേം ഇൻഷുറൻസ് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ തുക കുറച്ച് എടുക്കാനും സാധിക്കും. അതിന് ഈ വീഡിയോയുടെ കമൻറ്റിൽ ഉള്ള ലിങ്കിൽ പോയാലും മതി, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ അതിന് റാപ്പിഡ് ഫെയർ കാണാം. ഫോക്സ്വാഗൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും പോളോ GT TSI ആണ്. കാരണം നമ്മുടെ മനസ്സുമാണ് അത്രയധികം ചേർന്ന് നിൽക്കുന്നൊരു വാഹനമാണ്. ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള GT TSIയുടെ ഓണറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. പേര്? സൈമൺ. എന്ത് സൈമൺ? ഞാൻ ഇവിടെ BCom പഠിക്കാം, രാജഗിരിയിലാണ്. ഇതെന്താ കർണാടക അവിടെ നിന്ന് എടുത്തതാണോ? അതെ, കാരണം അവിടെയാണ് വീട്, അവിടെയാണ്. അത് ശരി. എവിടെ പഠിക്കാം? അവിടെ ഇന്ദിരാനഗർ. അത് ശരി. അവിടുന്ന് എല്ലാവരും പഠിക്കാൻ വേണ്ടി, ഇവിടുന്ന് എല്ലാവരും പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടുന്ന് പഠിക്കാൻ ഇങ്ങോട്ട് വന്നു. അതെന്താ അത്? ഇവിടെ അത്യാവശ്യം നല്ല കോളേജൊക്കെ ഉണ്ട്. അത് കേട്ടല്ലോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ നല്ല കോളേജ് ഉള്ളത്. അപ്പം അതിനുവേണ്ടി കോളേജിലെ ആവശ്യങ്ങൾക്കായിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. വീട്ടിൽ പിന്നെ ഒരു സെക്കൻഡറി വണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പുതിയ എടുത്തോ സെക്കൻഡ് ഹാൻഡ് എടുത്തോ? സെക്കൻഡ് ഹാൻഡ് എടുത്തോ? എത്ര കാലം എടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ്? ഇപ്പൊ 2 വർഷം ആണോ? എന്ത് വിലക്ക് കിട്ടും അവിടെയൊക്കെ ഇത്തരം ഒരു സെക്കൻഡ് ഹാൻഡ്? നമുക്കൊരു 8-7 ഒക്കെ നല്ലൊരു അത്യാവശ്യം നല്ല വണ്ടി. ശരി. എത്ര ഓടിയതായിരുന്നു എടുക്കുമ്പോൾ? ഇത് എടുത്തപ്പോൾ ഒരു 38,000 ഓടിയിട്ടുള്ളൂ. എന്താണ് അത്, ആരുടെ ആയിരുന്നു ഒരു എന്താണ് സജഷൻ ഇതെടുക്കണം എന്നുള്ളത്? അത് കുറെ യൂട്യൂബില് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഡ്രൈവേഴ്സ് കാർ എന്ന് വേണമെന്ന്. പോളോ ഏറ്റവും കൂടി പിന്നെ അത്യാവശ്യം എഫിഷ്യന്റ് ആണ്, നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു എന്താണ്, ഡ്രൈവേഴ്സ് കാർ ആണോ ഇത്? അതെ, ആണ്. അത്യാവശ്യം ഇപ്പം ഓടിക്കാനാണെങ്കിലും നല്ല വണ്ടി, അത്യാവശ്യം പവറും ഉണ്ട്. പിന്നെ നമ്മുടെ ഡെയിലി നീഡ്സിനും. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ പറയുന്നത് പവർ ഉണ്ട്, പക്ഷേ പവർ കൊടുത്താൽ മൈലേജ് ഭയങ്കര ഡ്രോപ്പ് ആവും. അങ്ങനെയാണോ? അതുണ്ട്. ചവിട്ടി ഓടിച്ചാൽ മൈലേജ് നന്നായിട്ട് പോകും. എത്ര വരെ കുറയും? ഒരു 7-8 കിട്ടും. ആണല്ലേ? ഹൈവേയിൽ അല്ല, അത് ഹൈവേയിലാണെങ്കിലോ ചവിട്ടാതെ അത്യാവശ്യം നന്നായിട്ട് ഒരു 18 കിട്ടും. 18 കിട്ടും. എനിക്കിപ്പോൾ രാവിലെ 14 കിട്ടി. ആണല്ലേ? കൊച്ചിയിൽ പോലും? അതെ. ശരി. പിന്നെ ട്രാഫിക് ഒക്കെ ആകുമ്പോൾ കുറയും. അപ്പോൾ ഈ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാളാണല്ലോ, ഈ ഒരു ഹാഷ് ബാക്ക്, ലോ പ്രൊഫൈൽ ഹാഷ് ബാക്കിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ? അതെ, സീറ്റ് ഇപ്പം മൊത്തം അടിയിലോട്ടാണ് ഏകദേശം. അതെ, അങ്ങനെ വെച്ചാണ് ഓടിക്കുന്നത്. അതെ അതെ. പിന്നെ മറ്റൊരു കാര്യം ഇതിനെപ്പറ്റി കേട്ടിരിക്കുന്നത്, ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണെന്നാണ്. അങ്ങനെ ഉണ്ടോ? ചെറുതായിട്ടും. സർവീസ് കുഴപ്പമില്ല, പക്ഷെ പാർട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടാവും. എന്തുവരെയൊക്കെ വരും സർവീസ് കോസ്റ്റ്? സാധാരണ സർവീസിനൊക്കെ എത്ര? ഏകദേശം ഒരു 10 വരും. മറ്റേ എന്തെങ്കിലും കാര്യമായ രീതിയിൽ മെയിൻസ് വേണ്ടി വന്നിട്ടുണ്ടോ? നമ്മുടെ പാർട്സിന്റെ കോയിൽ പാക്ക് ഒന്ന് കംപ്ലൈന്റ്, അത് മാറ്റേണ്ടി വന്നു, റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അത് എത്ര രൂപയ്ക്ക് ആയിക്കാണോ? ഏകദേശം ഒരു 12. 12. ഈ പറഞ്ഞാൽ ഈ വണ്ടിയുടെ വില വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് അല്ലേ? അങ്ങനെ നോക്കുമ്പോഴേക്കും എന്താണ് ഇതിന് ഓവറോൾ ഒരാൾ ചോദിക്കുകയാണ്, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് GT TSI എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അഭിപ്രായം? അത്യാവശ്യം വണ്ടി പൊളിച്ചോടിക്കണം, അത്ര മൈൻഡാണെങ്കിൽ പറ്റിയ വണ്ടിയാണ്. പക്ഷെ എന്നാൽ ഓവറോൾ നല്ല വണ്ടിയാണ്, മൈലേജും ഉണ്ട്, നമ്മുടെ ഡെയിലി യൂസിനും എല്ലാം അഡാപ്റ്റ് ഒരു വണ്ടിയാണ്.
ഈ പൊളിച്ച് ഓടിക്കാതെ സിറ്റിയിൽ ഓടിക്കാനാണെങ്കിലോ സിറ്റി ഡ്രൈവിൽ ഈ 7 സ്പീഡ് DSCയുടെ ഒക്കെ ഇതെങ്ങനെ അത്യാവശ്യം നല്ലൊരു എന്താണ് ട്രാൻസ്മിഷൻ ആണ്. ഗിയർ ഷിഫ്റ്റ് ഒക്കെ സിറ്റിയിലൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരമായിട്ട് ഓടിച്ച് വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഹൈവേയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീൽ എങ്ങനെയുണ്ട്? വണ്ടി അത്യാവശ്യം പ്ലാന്റഡ് ആണ്. ഹൈ സ്പീഡിൽ പോയാലും അത്യാവശ്യം ഭയങ്കര കോൺഫിഡൻസ് ആണ് വണ്ടി. അങ്ങനെ സ്റ്റിയറിംഗ് വൈബ്രേഷൻ ഒന്നുമില്ല. ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ ഇലക്ട്രിക് കാറുകളൊക്കെ ധാരാളം വന്നല്ലോ. ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഓടിച്ചിട്ടില്ല. ഇല്ല. എങ്കിൽ പോലും ഓടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ പോലും കണ്ടിട്ട് കൊള്ളാൻ തോന്നിയൊരു വണ്ടി അതാ നമ്മുടെ MGയുടെ സൈബസ്റ്റർ. ശരി. അപ്പോൾ നിങ്ങൾക്ക് ഈ പെട്രോൾ ഹെഡ്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഈ പെട്രോൾ വണ്ടിയിൽ നിന്ന് മാറി തീരെ ശബ്ദമൊന്നും ഇല്ലാതെ ഇലക്ട്രിക്കായി പോകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ പുതിയ ജനറേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 വീലർ ഓടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക്? 2 വീലർ ഒരു ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു? കുഴപ്പമില്ല, കാരണം എനിക്കൊരു ബൈക്കും ഉണ്ട്. അതേതാ? ഡോമിനാർ ഉണ്ട്. അതിനെപ്പറ്റി ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് വണ്ടി? നല്ല വണ്ടിയാണ്. എത്ര കാലം എടുത്തിട്ട്? അതിപ്പോൾ ഏകദേശം 5 വർഷമായി. 5 വർഷമായി. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്? കൃത്യമായ ഫീഡ്ബാക്ക് 5 വർഷം കൊണ്ട് പറയാമല്ലോ. നല്ല ബൈക്കാണ്. ടൂർ ചെയ്യാം, എന്നാൽ സിറ്റി യൂസിന് അടിപൊളിയാം. നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്, അപ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആണ്. ഇതുപോലെ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അതിന് ഏകദേശം ഒരു 5,000 ഒക്കെ ആവും സർവീസ് കോസ്റ്റ്. മൈലേജ് അത്യാവശ്യം ഒരു 25-30. എന്താ ഒരു നെഗറ്റീവ് അതിന് പറയാവുന്നത്? അതിന് സർവീസ് ചെയ്യുന്ന സ്ഥലം ഇത് മോശമാണ്. ആണല്ലേ? ചില കാര്യങ്ങൾ മറന്നു അവർ. നമ്മൾ അഡ്രസ്സ് ചെയ്യും, പക്ഷെ അവർ ചെയ്തു വരില്ല. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെ മൊത്തത്തിലൊരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു ടാറ്റയുടെ ഓണറിനെ കണ്ടപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സർവീസ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. സർവീസ് ക്വാളിറ്റി വണ്ടികളൊക്കെ വളരെ ഗംഭീരമാണെങ്കിലും അതിനെപ്പറ്റി ഇപ്പോൾ ബജാജിൻ്റെ വണ്ടിയെപ്പറ്റി പറഞ്ഞാൽ ഇപ്പോൾ അത് തന്നെയാണ് ആ ഒരു സർവീസിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇലക്ട്രിക് അല്ലാതെ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി അതാണ് ഒരു BM 340. ഇതെല്ലാം മറ്റേ ഈ സെഡാനും അതുപോലെ തന്നെ കൺവേർട്ടബിൾ ആ ഒരു മൈൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏത് വർഷം ഇപ്പം ഇവിടെ പഠിക്കുന്നത്? ഞാനിപ്പോൾ ഫൈനൽ ഇയറായി. അത് കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകാനാണോ അതോ ഇവിടെ എന്തെങ്കിലും നോക്കാനാണോ? ഇതൊന്നും ആയിട്ടില്ല, മിക്കവാറും ഇവിടെ ആയിരിക്കും. ആണല്ലേ? ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഈ നിങ്ങളെപ്പോലുള്ള ഈ പ്രായത്തിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ അടിച്ചു വിളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ജീവിതം കുറച്ച് താഴോട്ടായിപ്പം തോന്നുന്നുണ്ടോ? പറ്റില്ല. ഇല്ല, ഇവിടെ അടിച്ചുപൊളി കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പോൾ എന്തായാലും GT-TSI പറഞ്ഞ പോലെ ഈ അടിച്ചു പൊളിച്ച് ഓടിക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. പിന്നെ സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചെറിയ ഡയമെൻഷൻസ് ഒക്കെ ആയതുകൊണ്ട് എവിടെയും പാർക്ക് ചെയ്യാം. പിന്നെ അടി തട്ടുന്ന പ്രശ്നം തോന്നിയിട്ടുണ്ടോ? അത് ഫുൾ 5 വരെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടാവും അല്ലേ? അത്തരം ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഏറ്റവും മോസ്റ്റ് ലൗഡ് വൺ ഓഫ് ദ മോസ്റ്റ് ലൗഡ് വെഹിക്കിൾസ് ആണ് ഇന്ത്യയിൽ എന്നുള്ളത് സംശയമില്ല. എന്നാൽ ഇതിപ്പോൾ കിട്ടണമെങ്കിൽ പറഞ്ഞില്ലേ, അന്ന് 11-12 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇപ്പോഴും 8-9 ലക്ഷം രൂപ റീസെയിൽ വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ. നല്ല കിട്ടാനില്ല. ഇതുള്ളവരൊന്നും വിൽക്കുകയില്ല അല്ലേ? അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. അതുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായിട്ടൊക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി വീണ്ടും കൊച്ചി കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മളൊരു ടാറ്റ ടിയാഗോ ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? ബിബിൻ. എന്ത് ചെയ്യുന്നു ബിബിൻ? ഞാൻ LLBക്ക് പഠിക്കും. എവിടെ? ഇവിടെയാ? ഭാരത് മാതാ കോളേജിൽ. അതിൻ്റെ സൈഡിൽ ഒരു വലിയ ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ട് അല്ലേ? അതിനുണ്ട്. അതെ. കോട്ടയംകാരനാണോ? കോട്ടയംകാരനല്ല, നമ്മ കോട്ടയത്ത് നിന്ന് വണ്ടി എടുത്തോണ്ട് നമ്മ പിന്നെ മാറ്റാൻ നിന്നില്ല. സെക്കൻഡ് ഹാൻഡ് എടുത്താ? സെക്കൻഡ് ഹാൻഡ് എടുത്താ. എത്ര കാലം എടുത്തിട്ട്? 1 വർഷം ആവണുള്ളൂ. കുറച്ചാളേ ഉള്ളൂ. ഏത് വേരിയന്റ്? ഇത് ബേസ് മോഡലിന്റെയും ടോപ്പ് മോഡലിന്റെ ഇടയിലുള്ള മാനുവലാണ്. അപ്പോൾ 1 വർഷം മുമ്പ് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ടിയാഗോയിലേക്ക് എത്തിയത്? ടിയാഗോയിലേക്ക് ആക്ച്വലി അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു ടിയാഗോ എടുക്കാൻ. പിന്നെ സംഭവം മൈലേജ് കിട്ടുമെന്നുള്ളതായിരുന്നു മെയിൻ ഒരു സംഭവം ടാറ്റയുടെ ഉണ്ട്. പിന്നെ ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ, ഒരു ഫാമിലി കാർ തന്നെയാണെന്ന് നോക്കുവാണെങ്കിൽ പറയാം. അപ്പം അതായിരുന്നു തോന്നുന്നു. പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടി അങ്ങനെ നോക്കിയപ്പോൾ ടിയാഗോ സ്യൂട്ടായി. എത്ര ഓടിയതായിരുന്നു എടുക്കുമ്പോൾ? ഇതെടുക്കുമ്പോൾ ഒരു 85 അത്രയും 85 ഓടിയതാണ്. ശരി. അപ്പോൾ 85 ഓടിയൊരു വണ്ടി എന്ന് പറയുമ്പോൾ കുറേ ഓടിയതാണെന്നൊരു തോന്നൽ എടുക്കുമ്പോൾ തോന്നിയില്ല? തോന്നി. ലൈക്ക് ഞാൻ പറഞ്ഞല്ല, ഡാഡിയാണ് എടുത്ത്. അപ്പോൾ എനിക്കത് തോന്നിയായിരുന്നു. പക്ഷെ ഡാഡിക്ക് എപ്പോഴും ലാഭം നോക്കിയാൽ മതി എന്നുള്ള മൈൻഡ് ആയിരുന്നു. അതിൽ ഈ ടാറ്റയുടെ വണ്ടികളെ പറ്റി പൊതുവെ പറയുന്നത് ഡ്യൂറബിലിറ്റി, കുറച്ച് കാലം ഓടിക്കഴിയുമ്പോൾ കുറേ ഇഷ്യൂസ് വരും, അതുപോലെ സർവീസിന്റെ ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നേരിടുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും നേരിടും. എന്തൊക്കെയാണ് ഇഷ്യൂസ്? ഇതിപ്പോ ഇഷ്യൂ എന്ന് പറയണത് കുറച്ചാള് വെറുതെ എടുക്കണായിരുന്നു വണ്ടി. ഞങ്ങൾ എടുക്കണതിന് മുമ്പ് 1 year ആയിട്ട് വെറുതെ എടുക്കണായിരുന്നു വണ്ടി. അപ്പോൾ അതിൻ്റെയാണ് മെയിനായിട്ട് ഇഷ്യൂ തന്നെ. അല്ല, അതിന് ശേഷം ഞങ്ങൾ ടാറ്റയെ സർവീസ് ചെയ്തു. ടാറ്റയുടെ സർവീസ് തന്നെ അറിയാലോ. അപ്പോൾ പിന്നെ
അതിനുശേഷവും വണ്ടികൾക്ക് കുറച്ച് പ്രശ്നമുണ്ടായി, അലൈൻമെന്റ് ഇഷ്യൂസ് ഉണ്ടായി, സസ്പെൻഷന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഇടയ്ക്ക് ഒരു മിസ്സിംഗ് ഒക്കെ ഉണ്ട് വണ്ടി ഓടുമ്പോൾ. സർവീസ് ഫസ്റ്റ് ചെയ്യുന്നപ്പം മിസ്സിംഗ് ഒക്കെ മാറി, സസ്പെൻഷൻ ഓക്കെ, ബട്ട് സ്റ്റിൽ അലൈൻമെന്റ് ഇപ്പോഴും ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളൊരു കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ ലോങ് റേഞ്ച് ഒക്കെ പോകാറുണ്ട് ഈ വണ്ടിക്ക്, ഒരു കുഴപ്പമൊന്നും തന്നിട്ടില്ല. അലൈൻമെന്റ് പ്രശ്നം എന്ന് പറയുന്നത് ടയർ തേയുകയാണോ, എന്താ സംഭവിക്കുന്നത്? അലൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗും വീലിന്റെ അലൈൻമെന്റ് സെയിം അല്ല, കുറച്ച് ചരിച്ചാണ് നമ്മൾ സ്ട്രൈറ്റ് പോകുന്നത്. ഓ അത് ശരി, അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അഡ്ജസ്റ്റ്മെന്റിൽ പോകണം എന്നാലേ. അത് ശരി. അപ്പൊ നമ്മളെടുത്തിട്ട് എത്ര ഓടിക്കാണോ ഇപ്പൊ 1 ഇയറിൽ? 1 ഇയറിൽ അധികം ഓടിയിട്ടില്ല, ഒരു 10 ഓടിക്കണം. അപ്പൊ 95 എത്തി നിൽക്കുകയാണ് ഏകദേശം അല്ലേ? 95 എങ്കിലും ഫാദർ ആദ്യം പ്രതീക്ഷിച്ച കാര്യം മൈലേജ്, അതെങ്ങനെയുണ്ട്? മൈലേജ് കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, ഉറപ്പായിട്ടും കിട്ടും. ഒരു എക്കണോമിയിലൊക്കെ ഇട്ട് ഓടിച്ചാൽ 17+ എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ലോങ് ഡ്രൈവിലും. ലോങ് ഡ്രൈവിൽ ബാക്കി എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമാണോ, അതോ എന്താണ് ഈ വണ്ടിയെ പറ്റി ഇഷ്ടമാണോ? എനിക്ക് ഇതുവരെ ഉണ്ടായ വണ്ടികളെ പറ്റി ചോദിച്ചാൽ അത്രക്കില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലായ്മ ഒന്നുമില്ല. വണ്ടി ഓക്കെയാണ്, പക്കയാണ്. ആ ഒരു വർഷം കിടന്നില്ലായിരുന്നെങ്കിൽ ശരി. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ എടുത്തു? ഒരു വർഷം അത് വെറുതെ തന്നെ എടുത്തത്. എന്താണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് മൈലേജും ബിൽഡ് ക്വാളിറ്റിയും തന്നെയാണ്. ടാറ്റയുടെ ഒട്ടുമിക്ക എല്ലാവരുടെ അടുത്ത് ചോദിച്ചാലും ടാറ്റയുടെ മൈലേജും ബിൽഡ് ക്വാളിറ്റിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ഇതിനകത്ത് ഈ ലോങ് ട്രിപ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ സേഫ് ഫീലൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. എന്താണ് ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി ആകാമായിരുന്നു തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആകാമായിരുന്നു, ഈ വണ്ടി പക്കയായിട്ട് എടുക്കുമ്പോ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇവനുണ്ട്. പക്ഷെ ഒരു ടാറ്റ ഒരു ടിയാഗോ പുത്തനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തൊന്നുമില്ല. ഇല്ല, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ ഇവനുണ്ട്, ഇവനെ ഞാൻ പറഞ്ഞ പോലെ അലൈൻമെന്റ് പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ മറ്റു ടിയാഗോണസുമായിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ് എന്നൊക്കെ ഉള്ളത്? ഇതുവരെ ഇല്ല, ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടോ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ? ഇല്ല, സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒന്നും. ഇതിനകത്ത് മറ്റേ പഴയ വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പീക്കർ ഒരു പ്രശ്നമായിരുന്നു, മറ്റേ വണ്ടിയുടെ സ്പീക്കർ. ഇതിനകത്ത് സ്പീക്കർ മാത്രമാണ് പക്കയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്പീക്കർ മാത്രമാണ് കൃത്യമായിട്ട്. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ടാറ്റയുടെ കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കൊടുക്കുന്നത് എവിടെയാ സർവീസ് സെന്റർ? ആക്ച്വലി ഫാദറാണ് കൊടുക്കുന്നത്. എനിക്ക് ഫാദർ എവിടെ കൊടുക്കണത് കൃത്യമായിട്ട് അറിയാം. അല്ല, ഞാൻ സർവീസിന്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ നേരിടുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊടുത്തപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ആ മിസ്സിങ്ങും സസ്പെൻഷനൊക്കെ മാറ്റി തന്നു. ബട്ട് സ്റ്റിൽ അലൈൻമെന്റ് കാര്യം പറഞ്ഞപ്പോ അലൈൻമെന്റ് ഒരു പ്രശ്നം ശരിയാക്കിയില്ല അവര്. അത് ചിലപ്പോ അതിന്റെ ഒരു ചെറിയ ഇപ്പോഴും ഉണ്ട്. ആരോട് ചോദിച്ചാലും അങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ, ടാറ്റയുടെ സർവീസ് കുറച്ച്. ഇപ്പൊ പുതിയ ലെക്സോൺ ഒക്കെ വന്നപ്പോൾ കുറെ മാറ്റം വന്നത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം. ഈ ഇടയ്ക്ക് ഞാൻ കൊടുത്തിട്ടില്ല, ഈ ഇടയ്ക്ക് കൊടുത്തെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഇലക്ട്രിക് കാറുകൾ നോക്കിയിരുന്നോ? ഇലക്ട്രിക് കാർ ടാറ്റയുടെ തന്നെ EV നോക്കിയായിരുന്നു. എന്തായിരുന്നു, ഓടിച്ചു നോക്കിയോ? നിങ്ങൾ രണ്ടുപേരും അച്ഛനും ഓടിച്ചു നോക്കിയില്ല, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയോളൂ. ഇത് അച്ഛൻ സർപ്രൈസ് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്നതാണ്. ഈ പൊതുവെ വണ്ടികൾ ശ്രദ്ധിക്കാറില്ലേ? വണ്ടികൾ ശ്രദ്ധിക്കാറില്ലേ? ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് വന്ന വണ്ടികളിൽ വാങ്ങിക്കാനൊന്നും അല്ലെങ്കിൽ പോലും ഏറ്റവും കൊള്ളാം തോന്നിയൊരു വണ്ടിയാണ് വെർട്ടിസ് അല്ലേ? ഇവരുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഇലക്ട്രിക് കാറുകൾ ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ച് B6 ഓടിച്ചിട്ടുണ്ടോ? എന്താ തോന്നിയത്? നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പെട്രോൾ എഞ്ചിന്റെ ശബ്ദമില്ല, അത്തരം ഇഷ്യൂസ് ഒന്നും നിങ്ങളെ? അത് എനിക്ക് കയറുന്നതിന് മുമ്പുണ്ടായി. ഈ പെട്രോൾ ഓടിച്ചിട്ട് ആ ഒരു സൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്തായിരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി നല്ല രസമുണ്ട്. പിന്നെ ഇപ്പൊ നോക്കിയാൽ ഇലക്ട്രിക് തന്നെയാണ് ലാഭം. പല വീടുകളിലെ സോളാറൊക്കെ ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് തന്നെ ലാഭം. അപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. കാരണം ഇപ്പോൾ 1,00,000 കിലോമീറ്ററിലേക്ക് എത്തുകയാണ്. 1,00,000 കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാൻഡ് വാല്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ ഈ തൽക്കാലം ചിന്തിച്ചിട്ടില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ നോക്കാന്നൊക്കെ വിചാരിച്ചു. ഈ പൊതുവെ എല്ലാവരും ഇപ്പൊ സെക്കൻഡ് ഹാൻഡിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഇപ്പം ഇന്ത്യയിലെ ട്രെൻഡ് എന്ന് പറയുന്നത് SUVs ആണ്. നിങ്ങളപ്പോൾ ചെറിയ SUVs ഒന്നും നോക്കിയില്ല അന്ന്? ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു വഴിയുണ്ട്, അവിടേക്ക് ഈ വലിയ വണ്ടികൾ സെഡാൻ പോലത്തെ SUV അങ്ങനത്തെ വണ്ടികൾ കയറ്റാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവനാകുമ്പോ കയറി കിടന്നോളൂ, വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായി 1,00,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയുടെ ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഈ ടാറ്റയുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ പറയുന്ന അതേ കാര്യങ്ങളാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, അത് സർവീസ് സെൻ്ററിൽ കൊടുത്താലും അത് പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നില്ല. അത്ര ഇഷ്യൂസൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ടാറ്റ വീണ്ടും നമ്മളെല്ലാ വീഡിയോയിലും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പം കുറേ മാറ്റം വന്നത് കേൾക്കുന്നു, എങ്കിൽ പോലും അത്ര ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബിൽ ക്വാളിറ്റി തീർച്ചയായിട്ടും ടാറ്റയ്ക്ക് ആ കാര്യത്തിൽ യാതൊരു നെഗറ്റീവും നമുക്ക് പറയാനില്ല. മൈലേജ് മോശമല്ല എന്നാണ് നമ്മളിപ്പോൾ കേട്ടത്.
അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ അപ്പം പഠിച്ച് വക്കീലായിട്ട് കാണാം. ഓക്കെ ആ. ബൈ. വക്കീലായി കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ SUV ആണോ? വലിയൊരു SUV നമ്മളെടുക്കും. ശരി ശരി. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയ ഒരു സിറ്റി കാർന്ന് ഞാൻ കരുതുന്ന മാരുതിയുടെ ഇഗ്നസിന്റെ ഓണറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം സർ. പേര്? നിമ്മി. എന്ത് ചെയ്യുന്നു നിമ്മി? ഞാൻ ഡോക്ടർ റെഡ്ഡീസ് ഫൗണ്ടേഷനിലെ സീനിയർ ഏരിയ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് നമ്മുടെ ഒരു ഓപ്പറേഷൻ എന്തൊക്കെയാണ്? ആക്ച്വലി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിന്റെ CSR പ്രോജക്റ്റ് ആണ്. ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് സ്കിൽസ് കൊടുക്കുക. അത് നമ്മൾ എടപ്പള്ളിയിലാണ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടേഴ്സ്, ഡേറ്റ എൻട്രി, ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ച് ഒരു ജോബിൽ എത്തിക്കാനുള്ള ഫുൾ സഹായം ചെയ്തു കൊടുക്കാം. 30 തുടങ്ങി 45 വയസ്സ് സ്ത്രീകൾക്ക്. പിന്നെ അതേപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാജുവേറ്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും ഇതേ കോഴ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കടവന്ത്ര ഇളംകുളത്താണ്. ഒരു മാസം ഞങ്ങളുടെ ഉദ്ദേശം അവർ ജോബ് നേടി അവരുടെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യണം. ജോബ് നേടിയാലും ഞങ്ങൾക്ക് ഒന്നും തരണ്ട. അതേപോലെ ഭിന്നശേഷിക്കാർക്ക് നമുക്ക് പോണൂത്തരോട് കലൂരിലുണ്ട്, +2കാർക്ക് പാലാരിവട്ടത്തുണ്ട്. ഇവിടെ തന്നെ ഈ ഇട്ടാവട്ട് തന്നെ ഇത്രയും സംരംഭങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്താ? ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ വീട്ടമ്മമാര് അവരിപ്പം കുറച്ച് പൈസ ഒരു ക്യാഷ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ പോലും പറ്റും ഇല്ല? അപ്പൊ എന്താണ്, എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ബിസിനസ്മാൻ ആണെങ്കിൽ അവർക്ക് തന്നെ പൈസ കൊടുത്ത് പഠിപ്പിക്കാനുള്ള അവതുണ്ടാവും. അതില്ല, ഒരു നിവൃത്തിയില്ല, വീട്ടിൽ നിന്ന് പുറത്ത് വിടില്ല. അപ്പൊ ഇത് ഫ്രീ ആണെന്ന് അറിയുമ്പോഴത്തേക്കും, അത് മാത്രമല്ല തൊഴിൽ നേടാനൊരു അവസരം ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും വീട്ടിലെ ആൾക്കാരെ സമ്മതിക്കും 2 മാസം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. ബേസിക് ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വേണോ? +2 എങ്കിലും വേണം. അല്ലെങ്കിൽ ഒരു ജോബ്, സെമി സ്കിൽഡ് ജോബ് കിട്ടും, ക്ലീനിങ്, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ഓഫീസിൽ പോകുന്ന ജോലി, അതിനൊരു +2 എങ്കിലും വേണം. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലോ ഈ യുവാക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഗ്രാജുവേഷൻ വേണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് കിട്ടുന്ന ജോബ് അതൊക്കെ നമുക്ക് സ്കില്ലില്ല എങ്കിലും, അല്ലെങ്കിൽ തൊഴിൽ ഗ്രാജുവേഷൻ ഇല്ല എങ്കിലും കിട്ടുന്ന ജോബാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു സാലറിയിൽ ഒരു ജോബാണ്. അതിന് ഗ്രാജുവേഷൻ ആണ്. അപ്പൊ ഗ്രാജുവേഷൻ ഉള്ള ഒരു യുവാവ് വരികയാണെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഞങ്ങളിപ്പോൾ കണ്ടുവന്ന എന്താ സർ, MBA ആയാലും ഗ്രാജുവേറ്റ് ആയാലും അവർക്ക് ഒരു സഭാകമ്പം, ഇന്റർവ്യൂ സ്കിൽസ് ഇല്ല, ചോദിച്ചാൽ എന്ത് പറയണമെന്ന് അറിയില്ല, ഇംഗ്ലീഷ് അറിയാമെങ്കിലും പറയാനൊരു ചമ്മല, ആൾക്കാരെന്ത് വിചാരിക്കും, മുൻവിധി ഉണ്ടോ, അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ആണ്. അതൊക്കെ മാറ്റി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പിന്നെ കമ്പ്യൂട്ടേഴ്സ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഡേറ്റ എൻട്രി അറിയണ്ടാവില്ല, ഇതൊക്കെ പഠിപ്പിച്ച് ഒരു ജോബിലേക്ക് ഹെൽപ്പ് ചെയ്യാനൊരു ആക്ച്വലി നമുക്ക് എന്താ പറയുക, പരസ്യമൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. വേർഡ് ഓഫ് മൗത്തിലൂടെയാണ് നമ്മൾ ഇത്രയും നാളെ സർവൈവ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ 3 വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും നിങ്ങളെ സമീപിക്കണമെങ്കിൽ എങ്ങനെയാണ്? എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാവോ? നമ്പർ കൊടുക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വലിയ സഹായമായിരിക്കും അത്. ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊന്നാണ്. അവരുടെ CSR ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അധികം ഓട്ടോ ഇല്ലല്ലോ അല്ലേ? ഇല്ല സർ, അത് വീട്ടാവിട്ടത്ത് തന്നെയുള്ള ഓട്ടോ. വീട്ടിൽ നിന്ന് ഈ 3 ഓഫീസുകളിലാണ്. പക്ഷേ ഈ 3 ഓഫീസുകൾ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കൊച്ചിയിൽ തിരുവനന്തപുരത്ത് പോകുന്ന പോലെയാണ്. പകലൊന്ന് ഓടിച്ചെത്തണമെങ്കിൽ അല്ലേ? എന്താണ് എത്ര കാലം ഇപ്പം എടുത്തത്? ഇത് 2 വർഷം, 2024 ഈ 2024 ഇത് എടുക്കുമ്പോൾ ഈ സെഗ്മെന്റിൽ ധാരാളം വാഹനങ്ങളുണ്ട്. ഇത് പലതും നോക്കിയിട്ടാണ് ഇതിലേക്ക് വന്നത്. അതായത് സ്റ്റോറി പറയാം. ഞാൻ 2017 നാനോ മേടിക്കുന്നത്. മാനുവൽ നാനോ ആണ്. സെക്കൻഡ് ഓണറാണ് ഞാൻ. അതിലാണ് ഞാൻ പഠിക്കുന്നത് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇതിലൂടെ നമുക്ക് ഓരോ സെന്ററിൽ പോകണം. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ജോബും നേടാൻ വേണ്ടി എംപ്ലോയീസിനെ കണക്ട് ചെയ്യണം. അവരോട് പോയി ചോദിക്കണം, ഈ സ്ത്രീകളെ നിങ്ങൾ ഹയർ ചെയ്യോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എംപ്ലോയീസിനെയും കാണണം. മാത്രമല്ല ഈ കുട്ടികളെ കണ്ടുപിടിക്കാൻ ഓരോ പഞ്ചായത്തിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എനിക്കൊരു ചെറിയ കോമ്പാക്ട് കാറാ വേണ്ടേ. ഞാനോ സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഞാൻ 7 വർഷം അതിൽ പയറ്റി ഓടിച്ചു. കാരണം ഒന്നാമത് സെക്കൻഡ് ഓണറാണ്. പിന്നെ ഗിയർ ഇട്ട വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും വാശി പിടിച്ചപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു അത് പഠിക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിന് 7 വർഷം കഴിഞ്ഞപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് മോഹം. അങ്ങനെ വന്നപ്പോൾ എന്നെ പൊക്കോ ഇല്ലല്ലോ എനിക്ക്. അപ്പോൾ എനിക്ക് നല്ല വിസിബിലിറ്റി വേണമായിരുന്നു, ഇച്ചിരി ഹൈറ്റ് തോന്നിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ വണ്ടി ഓടിക്കുമ്പോൾ അവരിങ്ങനെ കുഴിയിലിരിക്കുന്ന പോലെ തല മാത്രമേ കാണുള്ളൂ. അതൊരു വൈബല്ല. അപ്പോൾ ഏത് വണ്ടി എടുക്കണമെന്ന് പല ഇതുണ്ടായി. എനിക്ക് എല്ലാവരും സജസ്റ്റ് ചെയ്ത വണ്ടിയാണിത്. ഒരു പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എനിക്ക് വേണ്ട സാധനങ്ങൾ, വിസിബിലിറ്റി, കോമ്പാക്ട്, മാനുവർ ചെയ്യാൻ എളുപ്പമാണ് സിറ്റിയിൽ. അത് മാത്രമല്ല ഭയങ്കര ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. ഇപ്പൊ 2 വർഷമായിട്ട് ആ പ്രണയം നിലനിൽക്കുന്നു എന്ന് തന്നെ. ഓട്ടോമാറ്റിക് ആണ് ഇത്? ഇത് ഓട്ടോമാറ്റിക് ആണ്. AMT ആണ്. AMT ആകുമ്പോൾ കുറച്ചൊരു ലാഗ്
ഈ ഒരു ഗിയർ ബോക്സിന് ലാഗ് അത് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം നാനോന്ന് അപ്ഗ്രേഡ് ആയത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വളരെ എനിക്ക് ഒരു നല്ല പിക്കപ്പും നല്ല ഇതാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി, എന്റെ അഭിപ്രായമായിട്ട്. അല്ല അതെന്താ വെച്ചാൽ മറ്റു ഓട്ടോമാറ്റിക്കുകൾ അധികം ഓടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഇത് ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളൂ. അല്ലേ, എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പാക്ട് ആണ്. എനിക്ക് നാനോനേക്കാൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആകെ ഒരു ചോയ്സ് വാഗണാർ ആയിരുന്നു. കാരണം എനിക്ക് വലിയ ബോണറ്റൊന്നും വേണ്ട, ടേൺ ചെയ്യുമ്പോൾ ഹിറ്റ് ചെയ്യുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. വാഗണാർ എന്റെ വൈബിനും പേഴ്സണാലിറ്റിക്ക് ചേരുന്നില്ല. കാരണം കണ്ട് അതാണ് പുതിയ വണ്ടി എടുത്തായിട്ട് പോലും ജനത്തിന് മനസ്സിലാവില്ല. അപ്പൊ എന്റെ വൈബിനും എനിക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ഇത് ഓടിക്കുമ്പോൾ അതെന്താ പറയാ, അതെനിക്ക് കിട്ടിയത് ഇതിന് തന്നെ. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് നോക്കിയിട്ടുണ്ട്. എനിക്കിപ്പോ 15 ആണ്. അവർ 20-25 പറഞ്ഞുവെങ്കിൽ എനിക്ക് സിറ്റിയിൽ ഇത്രേ കിട്ടുന്നുള്ളൂ. 15 മോശമല്ല സിറ്റിയിൽ പെട്രോൾ വണ്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനം എന്ന് പറയാൻ എന്താണ് ഇതിനൊരു കാരണം? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഫ്രണ്ട് എനിക്ക് ഫ്രണ്ട് ഭയങ്കര സ്പേസ് ആണെങ്കിൽ ഒരു ടെൻഷൻ പോലെയാണ്. അത് കോമ്പാക്ട് ആണ്. നല്ല എനിക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഹയർ വിസിബിലിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. വളരെ സ്മൂത്ത് ഡ്രൈവാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാനോ ആയിട്ടാണ് കേട്ടോ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ സ്മൂത്താണ്. മറ്റത് കുറച്ച് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഫീലാണ്. വളരെ സ്മൂത്താണ്. എന്താ പറയാ, ബ്ലോക്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാനുവർ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പാർക്കിംഗ് വളരെ എളുപ്പമാണ്. റിവേഴ്സ് സെൻസർ അതൊക്കെ ഇതിനകത്തുണ്ട്. കമ്പയർ ടു ദ കാർ എനിക്ക് വളരെ വളരെ കംഫർട്ടബിൾ. ദൂരെയൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ ആകെ പോകുന്ന തൃശ്ശൂർ വരെ പോയിട്ടുള്ളൂ. ചാലക്കുടി തൃശ്ശൂർ അതേ ഒരു ട്രിപ്പ് നടത്തിയിട്ടുള്ളൂ. ഒരു ട്രിപ്പ് 2 വർഷത്തിൽ. അല്ല, പുറത്തേക്ക് അതേ സിറ്റിയിലാണ് കൂടുതൽ ഇട്ടാവട്ടത്ത് പോകുന്നത്. പിന്നെ എനിക്ക് മൂന്നാറൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ ആ കേട്ടൊക്കെ ഓർക്കുമ്പോൾ ഒരു ടെൻഷനാണ്. പക്ഷെ അതെന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. ഈ ദൂരെയൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും ഇപ്പൊ മാരുതിയുടെ വണ്ടികളെ പറ്റി പലപ്പോഴും സേഫ്റ്റി കുറവാണെന്നൊരു ഫീല് വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നാനോ എടുക്കുമ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. അതൊരു ഹിറ്റ് വന്ന ഒട്ടും പ്രൊട്ടക്ഷൻ അല്ല. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ സേഫ് ആയിട്ടാണ്. നമ്മൾ പിന്നെ എല്ലാം അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതല്ലേ സർ. തീർച്ചയായിട്ടും. തന്നെയല്ല, ഇതിനെപ്പറ്റി ശരിക്കും ആരും അങ്ങനെ എതിരഭിപ്രായം ഒന്നും പറയാറില്ല. കാരണം ഇപ്പോൾ വാഗണാർ ഇതോട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാഗണാറിന് ഫീച്ചേഴ്സ് വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പുതിയ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ട് അയൽവക്കാർ പോലും ചോദിക്കുന്നത് പഴയ വണ്ടി വാങ്ങിച്ചത്. അപ്പൊ ആ ഒരു ഫീൽ ആയിരുന്നു എന്റെ ആകെപ്പാട്. ലൈക്ക് എന്റെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആയിരുന്നു. എനിക്ക് വേണ്ട ഒരു സെഡാൻ അല്ല, എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു കോമ്പാക്ട് കാറാണ്. അപ്പൊ എനിക്ക് ഓപ്ഷൻസ് ആകെ വന്നത് പിന്നെ വാഗണാറും ഇതുമാണ്. അപ്പൊ അതിൽ ഞാൻ ചൂസ് ചെയ്തത് ഇതാണ്. ഈ സർവീസിനെ കൊടുക്കുന്നത് വീട്ടിലാരെങ്കിലും ആണോ അതോ സ്വയം കൊടുക്കണോ? ഞാൻ സ്വയം കൊടുക്കും. പിന്നെ എന്റെ ഹസ്ബൻഡും മോനും ഒക്കെ. അപ്പൊ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? എനിക്ക് ഫ്രീ സർവീസസ് ഉണ്ടായിരുന്നു. പിന്നെ അധികം സർവീസ് കോസ്റ്റ് ഇല്ല. മാരുതിയാണല്ലോ, നമുക്ക് എല്ലാം സർവീസ് ഉൾപ്പെടെ എല്ലാം കോമ്പാക്ട്. അതെ അതെ. അപ്പൊ എന്താണ് പരിപാടി? ഇത് എത്ര കാലം ഉപയോഗിക്കാനാണ്? ഞാൻ പറഞ്ഞല്ലോ, നാനോ പോലും 7 years ഞാൻ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്തത് ഒട്ടും വയ്യാണ്ടായത്. ഓടിക്കാനേ പറ്റാതെ. ഇവിടെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ 1 kilometer മുമ്പ് എത്തും. അത്രയും സ്വരമാണ് അതിന്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ മാത്രമാണ് ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് വണ്ടി മാറുന്ന ആളല്ല. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവണത് വരെ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആഗ്രഹം. ഈ പുതിയ വണ്ടികൾ ശ്രദ്ധിക്കാറുണ്ടോ? ഞങ്ങൾക്ക് വീട്ടിൽ ഥാറുണ്ട്, ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞതുപോലെയാണ്, നമുക്ക് അത് വേലാങ്കടിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. മാറി മാറി ഹസ്ബൻഡും ഞാനൊക്കെ ഓടിക്കും. അതെനിക്ക് മെയിൻ റോഡിലും വലിയ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഇടവഴി കൂടെ ഒന്നും പോകാൻ പറ്റില്ല. നമ്മൾ പോകുന്ന സ്ലംസിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതാവുമ്പോ അതൊക്കെ എവിടെ വേണമെങ്കിലും കിട്ടാം. എന്തിന് വീട്ടിലിപ്പോ എന്റെ ഹസ്ബൻഡ് ആയാലും മോനായാലും അവർക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകണം, അവർ ഥാർ എടുക്കില്ല, ഇത് തന്നെ എടുക്കുള്ളൂ. ഇതാണ് ഇപ്പൊ അവരെല്ലാരും ഇതിന്റെ ഫാനാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിൽ 3-4 വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ കോമന്റ് എപ്പോഴും എടുക്കുന്നത്. കാരണം ഇത് ഇതുപോലെ തന്നെയാണ്, എവിടെ കൊണ്ടുപോയിടാം, എങ്ങനെ ഓടിക്കാം, അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അത് 2 വർഷം മുമ്പ് ഇത് എടുക്കുമ്പോൾ ചെറിയ കോമ്പാക്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ കോമറ്റ് കാണാറുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാ. പക്ഷെ എന്തോ എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നെ അതിനകത്ത്. കാരണം ഞാൻ ശ്രദ്ധിച്ച ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ കോമറ്റ് ആയിട്ട് പോകുമ്പോൾ എല്ലാവരും നമ്മൾ നോക്കുക. ഇതാവുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. ദിസ് ഇസ് ലൈക്ക് ഓക്കെ, കംഫർട്ടബിൾ, അതേ കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു ഫീലാണ്. എത്ര രൂപയായിരുന്നു ഓൺ റോഡ്? 8.5 അത്രയാണ്. പക്ഷെ ഒരു 9 ലക്ഷം രൂപ കൊടുത്ത് ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിക്കാൻ ആരെങ്കിലും സജഷൻ ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഞാൻ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും മേടിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ഫുൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ്. നല്ല വളരെ ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്നതൊക്കെ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഈ സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ കാര്യങ്ങളുണ്ട്. വണ്ടി ചെളി പിടിച്ചൊന്നും കൊണ്ടു നടക്കില്ല അല്ലേ? എല്ലാവരും നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കും.
അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം നമ്മളെപ്പോഴും ഈ സ്ത്രീകളെപ്പോഴും അന്വേഷിക്കുന്നതാണ് ഇത് എങ്ങനെയുണ്ട്, ഇത് വാങ്ങിക്കാൻ പറ്റുന്ന വാഹനമാണെന്ന്. അപ്പോൾ കൃത്യമായൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ വളരെ വലിയൊരു കാര്യമാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ റിച്ച് ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം, വിളിച്ചിട്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെല്ലാവുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അപ്പോൾ എന്തായാലും ഹാപ്പി മോട്ടറിംഗ്. ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ട, അത്യാഹിതങ്ങളിൽ നിന്ന് കുടുംബത്തെ സാമ്പത്തികമായി രക്ഷിച്ചെടുക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എല്ലാ കുടുംബത്തിനും നിർബന്ധമാണെന്നുള്ള കാര്യം ഓർക്കുക. അതിപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യമായതുകൊണ്ടാണ് സർക്കാർ പോലും GST ഒക്കെ ഒഴിവാക്കി നമ്മളെ അതിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടേം ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ 15% വരെ ഡിസ്കൗണ്ടോട് കൂടി ടേം ഇൻഷുറൻസ് നമുക്ക് എടുത്തു വയ്ക്കാം. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാലും മതി. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കാണാം. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.